ഏഷ്യാകപ്പിലെ സൂപ്പർ ഫോറിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ വെച്ച് പാകിസ്ഥാൻ ബോളറായ ഹാരിസ് റൌഫിന്റെ ഒരു ആംഗ്യമുണ്ടായിരുന്നു. ഇന്ത്യൻ ആരാധകർക്ക് നേരെ തിരിഞ്ഞ് താരം പ്ലെയിൻ ക്രാഷ് ആകുന്ന രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിരുന്നു. ഈ ഒരു ആക്ഷൻ വിവാദമാവുകയും ആ മാച്ച് ഫീയുടെ 30% ഫൈൻ അടക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പല ആക്ഷനുകളും വാക്കുതർക്കങ്ങളുമെല്ലാം കഴിഞ്ഞാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യാകപ്പിൽ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി നേർക്കുനേർ വന്നത്. അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന്റെ വിക്കറ്റുകൾ കൊഴിഞ്ഞു പോകുന്നതിനിടയിലാണ് ഹാരിസ് റൌഫും ബാറ്റിംഗിന് ഇറങ്ങുന്നത്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ബുംറ ബോൾ എറിയാനെത്തി. 4 ബോളിൽ 6 റൺസ് എടുത്ത് നിൽക്കുന്ന ഹാരിസ് റൌഫിനു നേരെ ഒരു കിടിലൻ യോർക്കർ. ബൗൾഡായി പോയ ഹാരിസ് റൌഫ് ഫൈനലിൽ അവിടെ തല താഴ്ത്തിയതാണ്. അന്നേരം തല ഉയർത്തിക്കൊണ്ട് ബുംറയുടെ കിടിലൻ സെലിബ്രേഷനും. ഹാരിസ് റൌഫിന്റെ അതേ സെലിബ്രേഷൻ തന്നെ കാട്ടി ബുംറ പകരം വീട്ടി. എന്നാൽ റൌഫിനേറ്റ തിരിച്ചടി ഇത് മാത്രമായിരുന്നില്ല. 147 റൺസ് എന്ന് വിജയലക്ഷ്യം കണ്ടിറങ്ങിയ ഇന്ത്യ റൌഫിനെ വെറുതെ വിട്ടില്ല. 3 ഓവറുകളും 4 ബോളുകളും എറിഞ്ഞ റൌഫ് വാങ്ങിക്കൂട്ടിയത് 50 റൺസ് ആയിരുന്നു. മത്സരത്തിലെ അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 10 റൺസ്. ബോൾ എറിയാനെത്തിയത് ഹാരിസ് റൌഫ്. ആദ്യ ബോൾ ഗ്രീസിലുണ്ടായിരുന്ന തിലക് വർമ്മ ഡബിൾ എടുത്തു. 2ാം ബോൾ ഗ്യാലറിയിലെത്തിച്ചു. 3ാം ബോൾ സിംഗിളും എടുത്ത് സമനിലയിലെത്തിച്ചു. 4ാം ബോൾ റിങ്കു സിംഗ് ബൗണ്ടറി കടത്തി ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ റൌഫും പാകിസ്ഥാനും ഇന്ത്യയോട് സമ്പൂർണ്ണ പരാജയം ഏറ്റുപറഞ്ഞു. റൌഫിനി ഇക്കാര്യം മറന്നുപോകില്ല. പ്രകോപനം ഇന്ത്യക്കെതിരെയാണെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചു കിട്ടുമെന്ന്.